TV തുറന്നാലെല്ലാം ചർച്ച രാഹുൽ മാങ്കൂട്ടം പീഡിപ്പിച്ചു, ഗർഭമുണ്ടാക്കി, ഗർഭം അലസിപ്പിച്ചു, മരുന്ന് നൽകി, മരുന്ന് കൊടുത്തു, മരുന്ന് വാങ്ങി, മരുന്ന് പോയി, മരുന്ന് കൊണ്ടുവന്നു. ഇത് മൊത്തം രാഹുൽ മാങ്കൂട്ടവും ഗർഭവുമാണ് മൊത്തത്തിലെ ചർച്ചാ വിഷയം എന്ന് പറയുന്നത്. ഇതിനിടയിൽ രാഹുലിനെ പിടിക്കാൻ വേണ്ടി പോലീസ് SIT സംഘം സംസ്ഥാനത്തിന് പുറത്തും ഒക്കെ അരിച്ചു പറക്കുന്നുണ്ട്. പല വിഷയങ്ങളും ഇതിനിടയിൽ മുങ്ങിപ്പോകുന്നുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ എങ്കിൽ പോലും രാഹുൽ മാങ്കൂട്ട കുറ്റക്കാരനാണെന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും പല പെൺകുട്ടികളും പറയുന്നത് കേട്ട് ഈ രണ്ടാമത്തെ പരാതിക്കാരി പറയുന്നത് കേൾക്കുമ്പോൾ തീർച്ചയായിട്ടും ഇയാൾ ഇത്രയും ക്രൂരനായിരുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്നു. പക്ഷേ പല സ്ത്രീകളാണ്, പുരുഷന്മാരല്ല, പല സ്ത്രീകളും പറയുന്നു രാഹുൽ ചെയ്ത തെറ്റെന്താണ് എന്നാണ് ചോദിക്കുന്നത്. ഇവർക്കൊക്കെ പരാതി ഉണ്ടെങ്കിൽ, ബലാത്സംഗം ചെയ്തു എന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇത്രയും നാള് ഇത് മറച്ചു വെച്ചിട്ട് ഈ ഒരു സമയത്ത് ഇത് പുറത്തു വിട്ടതിന്റെ പിന്നിലെ രാഷ്ട്രീയം എന്താണ് എന്നാണ് പലരും ചോദിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടം ഒരിക്കലും പിന്നെ എന്താ പറയുക, നല്ലൊരാളല്ല. രാഷ്ട്രീയത്തിൽ അയാൾക്ക് ഇരിക്കാൻ യോഗ്യതയില്ല. അയാൾ എത്രയും പെട്ടെന്ന് MLA സ്ഥാനം രാജിവെക്കുക, പറ്റുമെങ്കിൽ പോലീസിൽ കീഴടങ്ങുക എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് നിയമപരമായി തെളിയിക്കാൻ അയാൾക്ക് എല്ലാ രീതിയിലുള്ള മാർഗങ്ങളുമുണ്ട്. അത് തെളിയിച്ച് പുറത്തു വരിക എന്നുള്ളതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ അയാളുടെ രാഷ്ട്രീയ ജീവിതം നശിച്ചു. ഇനി അയാൾക്കൊരു രാഷ്ട്രീയ ജീവിതം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത്രമാത്രം അയാളെ ചേതോവധം ചെയ്ത് കഴിഞ്ഞു. എന്തായിരിക്കും രാഹുൽ ഇപ്പോൾ ഇന്നും പിന്നെ വാദം കേൾക്കും. വാദം പൂർത്തിയായി കഴിഞ്ഞാൽ ജാമ്യം കിട്ടാതിരിക്കാം. എങ്ങനെ കിട്ടിയാലും അയാൾക്ക് തിരിച്ചടിയാണ്. പക്ഷേ ഇതിലെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എന്ന് പറയുന്നത്, ഈ പറയുന്ന നേതാക്കന്മാരൊക്കെ രാഹുലിനെ പുറത്താക്കണമെന്ന് പറയുന്ന K മുരളീധരൻ അടക്കം, KC വേണുഗോപാൽ അടക്കം, സതീശൻ അടക്കം, പിന്നെ രമേശ് ചെന്നിത്തല അടക്കം, ഇവരൊക്കെ ഇവരുടെ രാഷ്ട്രീയ ജീവിതത്തിൽ ഇവരൊക്കെ 100% പെർഫെക്റ്റ് ആയിരുന്നു. ആരാണ് പെർഫെക്റ്റ്? പിലാത്തോസ് പണ്ട് ചോദിച്ച പോലെ ഏതാണ് സത്യം? കേസ് പെണ്ണുങ്ങൾ കൊടുക്കാത്തത് കൊണ്ട് ഞങ്ങളൊക്കെ നല്ലവന്മാരാണ് എന്നാണോ ഇവരൊക്കെ ചിന്തിക്കുന്നത്? ഇതിൽ പല കാര്യങ്ങളുണ്ട്. വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ്. സൈക്കോളജി ഉണ്ട്, ഫിലോസഫി ഉണ്ട്, അതുപോലെ തന്നെ വളരെയധികം സോഷ്യൽ സ്റ്റഡീസുമാണ്, സോഷ്യോളജിയും ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചേർന്നതാണ്. അപ്പോൾ അതിവിദഗ്ധമായിട്ട് രീതിയിൽ മാത്രമേ ഇത് വിശകലനം ചെയ്യാൻ പറ്റൂ. ഞാനൊന്ന് പറഞ്ഞുകൊള്ളട്ടെ. അതായത് ഇപ്പോൾ രാഹുലിൻ്റെ രാഷ്ട്രീയ ഭാവി കൂമ്പടഞ്ഞു എന്നിപ്പോൾ തന്നെ പറഞ്ഞു. ആ കൂമ്പടഞ്ഞിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ മാത്രമാണ്. ഇതിനേക്കാൾ വലിയ ആരോപണങ്ങൾക്ക് വിധേയരായവർ MLA-മായിട്ട് വേറെ പാർട്ടികളിരിക്കുന്നുണ്ട്. പാർട്ടിയുടെ വലിയ നേതാക്കളായിട്ട് വിലസുന്നുണ്ട്, ശശിയായിട്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ രാഹുൽ ശശിയായി എന്നുള്ളത് സത്യമാണ് തൽക്കാലം കോൺഗ്രസിനകത്ത്. പക്ഷേ ഈ കേസിൻ്റെ ഒരു ബെന്നി ബെഹനാൻ പറഞ്ഞതാണ് അതിൻ്റെ സത്യം. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റാരോപിതൻ മാത്രമാണ്, മുകേഷ് കുറ്റാരോപിതൻ മാത്രമാണ്, PK ശശി തീവ്രത കുറഞ്ഞ കുറ്റത്തിൻ്റെ ആരോപിതൻ മാത്രമാണ്. ഇതല്ലേ നമ്മുടെ സ്ഥിതി? ഇതല്ലേ നമ്മുടെ യഥാർത്ഥ സ്ഥിതി? എന്നിട്ട് കുറേ പത്രക്കാരെല്ലാം കൂടി ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ വളഞ്ഞ് വേട്ടയാടിക്കൊണ്ടിരിക്കുക. ഇതെല്ലാം ചോദിക്കും ഇവർ നിത്യവിശുദ്ധന്മാരാണെന്ന് തോന്നുന്നു, പരിപൂർണ പരിശുദ്ധന്മാരായിട്ടുള്ള വ്യക്തികളാണെന്ന് തോന്നുന്നു. ഇങ്ങനെ വസ്ത്രം കണ്ടാൽ ചിലപ്പോൾ അതുപോലെയാണ്, അലക്കി തേച്ച് വെളുപ്പിച്ച ഷർട്ടുമായിട്ട് വരുന്നത്. പത്രസ്ഥാപനങ്ങളിൽ എത്ര പീഡനങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഹഷപ്പ് ചെയ്യുന്നതുകൊണ്ടല്ലേ പുറത്ത് ലോകം അറിയാത്തത്? അറിയുന്നത് നമ്മൾ മഞ്ഞുപാളിയുടെ 1% മാത്രമാണ്. ബാക്കിയെല്ലാം കടലിൻ്റെ അഗാധതകളിൽ മുങ്ങിക്കിടക്കുകയാണ്. അതാണ് അതിൻ്റെ സത്യം. എവിടെ ഒരു സ്ത്രീ ഉണ്ടോ അവിടെ ഒരു പീഡനം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ വഴുതി മാറിയിട്ടുണ്ട് ഈ സത്യാനന്തര കാലത്ത്. എന്നിട്ട് എന്നെ കണ്ട കിണ്ണം കെട്ടതാണോ എന്നുള്ള ഭാവഹാവാദികളൂടെ നടക്കുന്ന ആൾക്കാരാണ് ഇവിടെ നിന്നിരുന്ന് വിചാരണ നടത്തുന്നത് എന്നുള്ളതാണ് സത്യം. ചാനലുകളിലെ പല ഘോരഘോരമായി പ്രസംഗിക്കുന്ന പല ഭർത്താക്കന്മാരുടെയും ഭാര്യമാർ അതിജീവിതമാരാണ്. അല്ലിപ്പോൾ കഴിഞ്ഞ ദിവസം പത്തനംതിട്ട മഹിളാ അസോസിയേഷൻ്റെ ഒരു ഭാരവാഹി പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? അതായത് മുകേഷിൻ്റെയും ശശിയുടെയും ഒക്കെ പീഡനം എന്ന് പറയുന്നതിന് തീവ്രത കുറവായിരുന്നു, ഇതിന് തീവ്രത കൂടുതലാണ്. നാണമില്ലേ ഇങ്ങനെയൊക്കെ പറയാൻ?
ഒരു അവഹേളനമല്ലേ? അല്ല സാർ, എങ്ങനെയാ ഇവർ അളക്കുന്ന തീവ്രത കുറവ്? ഇതിപ്പോ ഇവർക്ക് ഇത് ഈ പീഡനം കഴിയുമ്പോ ഇവര് തന്നെ വന്ന് പറയുമോ ഞങ്ങൾ തീവ്രത കുറഞ്ഞ പീഡനം? അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്ക് പലതും തോന്നുന്നുണ്ട്. പക്ഷെ പൊതുസമക്ഷം സഭ്യതയുള്ള ഒരു മനുഷ്യനായതുകൊണ്ടും സുജന മര്യാദ ഉള്ളതുകൊണ്ടും അതൊന്നും വെളിപ്പെടുത്തുന്നില്ല. ഇങ്ങനെ കയറി അഭിപ്രായം പറഞ്ഞുകൊണ്ട് ചിരിക്കുക. ഇതിന്റെ എല്ലാം പിന്നിൽ ഒരു സ്ത്രീ ഇരയായിട്ടുണ്ടെങ്കിൽ വളരെയധികം വേദനിക്കേണ്ടതാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഒരുപാട് പേരുടെ മൊഴികളെടുത്തല്ലോ. ഒരുപാട് പേരുടെ മൊഴികൾ എവിടെ പോയി? ആ കേസുകളെല്ലാം എവിടെ പോയി? അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തലിനെ വേട്ടയാടാനുള്ള പ്രധാന കാരണം വി ഡി സതീശൻ പറഞ്ഞു, ഏത് കടലിളകി വന്നാലും ഞാൻ എൻ്റെ ബോധ്യങ്ങളിൽ മാത്രം ഉറച്ചു. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, ഈ വി ഡി സതീശന്റെ ബോധ്യമാണോ കോൺഗ്രസ് എന്ന് പറയുന്നത്? അല്ല, വി ഡി സതീശന് പിന്നെ ഇതുവരെ പുറത്തറിയാത്ത കുറെ ബോധ്യങ്ങൾ നമ്മൾ പറഞ്ഞു തരട്ടെ. നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ പത്രക്കാരെ പോലെ ഇങ്ങനെ ആരോപണം സമയത്തുകൊണ്ട് അതല്ല ഞാൻ ചോദിക്കുന്നത്. വി ഡി സതീശന്റെ ബോധ്യമല്ല കോൺഗ്രസ്. അലൻ ഒക്ടേവിയൻ ഹ്യൂം എന്ന് പറയുന്ന ആൾ സ്ഥാപിച്ച പാർട്ടിയാണത്. അതിൻ്റെ താല്പര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ താല്പര്യമാണ്, മഹാത്മാഗാന്ധിയുടെ താല്പര്യം അല്ല. വി ഡി സതീശൻ എന്ന് പറയുന്ന ഒരു പ്രതിപക്ഷ നേതാവിൻ്റെ ബോധ്യമല്ല. അതാദ്യം മനസ്സിലാക്കണം. നിങ്ങളല്ല കോൺഗ്രസ്, നിങ്ങൾ മാത്രമൊന്നും അല്ല കോൺഗ്രസ്. കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അതിൽ പല ആൾക്കാരുണ്ട്. പത്രക്കാരെല്ലാം ചോദിക്കുക, ഇയാളുടെ MLA സ്ഥാനം കൂടെ അങ്ങ് രാജിവെപ്പിക്കാത്തത് എന്താണ്? നിങ്ങൾക്ക് എന്താ ഇത് മുകേഷിൻ്റെ രാജിവെപ്പിക്കാൻ ഇത്രയും ആവേശമില്ലാത്തത്? ഞാനതാ ചോദിക്കുന്നത്. ഞാനത് വ്യക്തമായിട്ട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് മുകേഷിനെ എന്തുകൊണ്ട് രാജിവെപ്പിക്കാൻ കഴിയുന്നില്ല? അതിനുവേണ്ടി എന്തുകൊണ്ട് വാദിക്കാൻ കഴിയുന്നില്ല? വഴിപാട് പോലെ 2 ചർച്ചകൾ നടത്തി നിങ്ങളങ്ങ് നിർത്തിയല്ലോ. രാഹുൽ നാണക്കേട് ഒഴിവാക്കാൻ വേണ്ടി ഇതുവരെ നിരീക്ഷകന്മാർ വന്നിരുന്നു പറയുക, നാണക്കേട് ഒഴിവാക്കാൻ ഇനിയെങ്കിലും നാറാതിരിക്കാൻ. ഇപ്പം മറ്റവരൊക്കെ നാറാതാണോ ഇരിക്കുന്നത്? പബ്ലിക് ഡൊമൈനിൽ അതിൻ്റെ ആ ഒരു ഓഡിയോ ഇട്ട ആള്, ഓഡിയോ ക്ലിപ്പ് ഇട്ട ആൾ ഇന്ന് മന്ത്രിയാണ്. ആ മന്ത്രിയുടെ മുമ്പിലാണ് അതിലെ പ്രതികരിക്കുന്നത് MLA ആയിട്ട്. മനസ്സിലായോ? അവതാരകയായിരുന്ന ആളിന്ന് മന്ത്രിയാണ്. ആ മന്ത്രിയുടെ മുമ്പിലാണ് ആ ഇര MLA ആയിട്ട് ഇരിക്കുന്നത്, ഞെളിഞ്ഞിരിക്കുന്നത്. എന്തേ അവിടെ നിങ്ങൾ വൃത്തികേടൊന്നും കാണുന്നില്ലേ? അല്ല, ഇവര് പറയുന്ന അതിനൊരു ന്യായീകരണമൊക്കെ സഹാക്കൾ ഉണ്ടാക്കിയിട്ടുണ്ട് സാർ. അവര് പറയുന്നത് മുകേഷിനെതിരെ പരാതി കൊടുത്ത സ്ത്രീ, അവര് ഇപ്പോ പോസ്കോ കേസിലെ പ്രതിയാണ്. അവരെ ചെന്നൈയിൽ നിന്ന് പോലീസ് വന്ന് കൊണ്ടുപോയി. അതുകൊണ്ട് അവർ അതിജീവിതയല്ല. അവരുടെ സ്ഥിരം പരിപാടി ഇങ്ങനെയാണ്, അതുകൊണ്ട് അവർ അതിജീവിതയല്ല. ഇതൊരു കലാപരിപാടിയായിട്ട് എടുത്തിരിക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ നിയമത്തിന് കുറച്ച് പല്ലു വന്നു കഴിഞ്ഞപ്പോൾ അത് മുതലാക്കാൻ വേണ്ടി കുറെ സ്ത്രീകൾ പഠിക്കുന്നുണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. ഞങ്ങളുടെ ഓഫീസിലൊരു ലീവിൻ്റെ പ്രശ്നം വന്നു. ലീവ് വേണമെന്ന് പറഞ്ഞ് വാദിച്ചു. അല്ല, ലീവ് തരാൻ പറ്റില്ല. ഇവിടെ ലീവ് തന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ പീഡന പരാതി. നിങ്ങൾ ലീവ് തന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ, പെൺകുട്ടിയാണ്, ലീവ് തന്നില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ ഞാൻ പീഡന പരാതി കൊടുക്കും, ഭീഷണിപ്പെടുത്തി. ഇങ്ങനെയുള്ള കേസുകൾ വരുന്നുണ്ട്. ഹൈക്കോടതി അങ്ങനെ ശാസിച്ച് വിടുന്നുണ്ട്. ഭർത്താവ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് 30 ലക്ഷം രൂപ വെച്ച് കൊടുത്തില്ലെന്നും പറഞ്ഞ് ഭാര്യ കേസ്, ഭർത്താവ് പീഡിപ്പിച്ചു. അതിപ്പം കോടതി ശാസിച്ചു വിട്ടു. ഈ നിയമത്തെ ദുർബലപ്പെടുത്തുന്നതാണ് നിങ്ങളുടെ വാദം. ഈ പീഡനം നടന്ന് 1-2 ദിവസം കഴിയുമ്പോൾ ഇത് പീഡനമാണെന്ന് അറിയില്ലല്ലേ? ഒരു 6-7 മാസം വരണം ഇത് പീഡനമാണ് ബലാത്സംഗമാണെന്നൊക്കെ അറിയാനല്ലേ? അല്ലേ? എത്രയോ അനുഭവങ്ങൾ സിനിമകളിലൂടെ നമ്മൾ കാണുന്നു, ചെറുകഥകളിലൂടെ. ഇതൊന്നും വായിക്കാറില്ല. അക്ഷരാഭ്യാസം ഇല്ലാത്ത ആൾക്കാരാണോ ഇവരൊക്കെ എന്നെനിക്ക് തോന്നുന്നില്ല. ഇതെല്ലാം കൂടെ 2 പേരും ചേർന്നുള്ള ഒരു കലാപരിപാടി. അതിനുശേഷം ഇയാളെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുക്കുന്ന സമയമായപ്പോൾ അതിന് വീര്യം കൂടുമെന്നറിയാം. തീവ്രതയല്ല ഞാൻ പറയുന്നത്, വീര്യം. ആ വീര്യം കൂട്ടാൻ വേണ്ടി ആ സമയത്തേക്ക് ഇതെടുക്കുക. കാരണം എതിർ കക്ഷികൾ ഇതൊരു ആയുധമായിട്ട് ഉപയോഗിക്കും. നിങ്ങൾ ഒരു കാര്യം ആലോചിക്കണം. ഇത് പാർട്ടികളെ ശുദ്ധിപ്പെടുത്തുന്ന കാര്യമല്ല. ഒരു പാർട്ടിയെ തോൽപ്പിക്കുകയും മറ്റൊരു പാർട്ടിയെ ജയിപ്പിക്കുകയും ചെയ്യും. ഏത് പാർട്ടിയാണ് ഇതിന് അതീതമായിട്ടുള്ളത്? അതായത് ഇപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷി മാത്രമല്ലല്ലോ ഇതുള്ളത്. അപ്പോൾ ഒരു രാഷ്ട്രീയ കക്ഷിയെ തോൽപ്പിച്ചതുകൊണ്ട് ഇല്ലാതാവുന്നതല്ല. മനസംസ്കാരം വേണം. കുറേ പത്രക്കാർ വന്നിട്ട് സദാചാര പോലീസ് ചമഞ്ഞതുകൊണ്ട് ഇല്ലാതാവുന്നതല്ല. ഇതിനെക്കുറിച്ചുള്ള ഡിബേറ്റുകൾ ഉണ്ടാവണം. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പീഡിതയാവുന്ന നിമിഷം അത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല? ആ ജാഗ്രതയാണ് സമൂഹത്തിന് ആവശ്യം. അതിനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള ജാഗ്രത പോലീസിനും കോടതിക്കും ഉണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനം. അപ്പോൾ ഈ സ്ത്രീക്ക് അതിനുള്ള സ്വാതന്ത്ര്യമില്ലാത്ത ഒരു നാടാണ് കേരളത്തെങ്കിൽ അതിന് സമാധാനം പറയേണ്ടത് ഭരിക്കുന്ന ഗവൺമെൻറ്റാണ് അതിന് ഉത്തരവാദി. ഒരു സ്ത്രീക്ക് ഈ കേരളത്തിൽ, സാക്ഷര കേരളത്തിൽ, ഇത്രയധികം നമ്പർ 1 കേരളത്തിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ പരാതി പറയാൻ പോലും കഴിയുന്നില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എന്താണ് സ്ഥിതി? അപ്പോൾ ആ സ്റ്റേറ്റിൻ്റെ ഭരണത്തിൻ്റെ നിലവാരത്തിൻ്റെ ഒരു വെളിപ്പെടുത്തലാണെന്ന് പറയും. ഉത്തരവാദികൾ ആരാണപ്പോൾ? അങ്ങനെ പോലും പറയാൻ പറ്റില്ല. ഏതെങ്കിലും അവസരത്തിൽ മാത്രം പറയാനേ കഴിയുമെങ്കിൽ നമ്മുടെ ഭരണഘടനയുടെ അർത്ഥം എന്താണ്? ഭരണഘടന നമുക്ക് തന്നിരിക്കുന്ന ജീവിക്കാനുള്ള അവകാശം, വിത്ത് ഡിഗ്നിറ്റി ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അന്തസ്സോടുകൂടി ജീവിക്കാനുള്ള അവകാശം, അത് എവിടെ പോയി? അത് നിലനിർത്തേണ്ട ആരാണ്?
ഇവിടെ ക്രമസമാധാന നിലയുടെ ചുമതലയുള്ള കേരള പോലീസ്, കേരള ഗവൺമെൻറ്, കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പാണ്. അപ്പോൾ പെൺകുട്ടികൾ ഇങ്ങനെ പേടിക്കുന്നു. അതുകൊണ്ട് പേടിച്ച് ആകെ ഒരു കുത്തൊഴുക്കുണ്ടാകുമ്പോൾ മാത്രം അത് വെളിപ്പെടുത്തുന്നു. ഹേമ കമ്മിറ്റിയിലും അതല്ലേ, ജസ്റ്റിസ് ഹേമ പോയപ്പോൾ മാത്രമാണ് അവർ വെളിപ്പെടുത്തുന്നത്, അല്ലാത്തപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ പേടിയുടെ അന്തരീക്ഷത്തിലാണ് സ്ത്രീകൾ കഴിയുന്നത് എങ്കിൽ അതിന് കൂട്ടായിട്ടുള്ള സർവ്വ രാഷ്ട്രീയ പാർട്ടികളും ചേർന്നുള്ള ഒരു ചർച്ച വേണ്ടതാണ്. ഇങ്ങനെ സ്ത്രീകൾ നിരന്തരമായിട്ട് അടിച്ചമർത്തപ്പെട്ടവരായിട്ട് ഇങ്ങനെ ജീവിക്കൂ, ഭീതിയുടെ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നത് നമ്മുടെ സംസ്ഥാനത്തിന് നമ്പർ 1 സ്റ്റേറ്റ് എന്ന് അവകാശപ്പെടുന്ന സംസ്ഥാനത്തിന് വലിയൊരു അപമാനവും അപമതിപ്പുമാണ്. അതിന് തീരുമാനം ഉണ്ടാവണം. ഒരു വ്യക്തിയിൽ മാത്രം കേന്ദ്രീകരിച്ചുള്ള പരിഹാരമല്ല ഇതിന് വേണ്ടത്. ഇതിന് ധാരാളം കേസുകൾ ഉണ്ടാകുന്നു. സിനിമയിലുണ്ടാവുന്നു, രാഷ്ട്രീയത്തിലുണ്ടാവുന്നു, കലാശാലകളിലുണ്ടാവുന്നു, അതുപോലെ പത്രസ്ഥാപനങ്ങളിലും ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സമൂഹത്തിൻ്റെ ഭാഗമായതുകൊണ്ട് നമ്മളെല്ലാം അതിൻ്റെ ഉത്തരവാദികളാണ്. ചുമ്മാ ഏതാനും പേര് സദാചാര പോലീസ് ചമഞ്ഞത് ഇവർ തന്നെയാണ്. വഴിയിൽ ആരെങ്കിലും ഇങ്ങനെ ഏർപ്പെടുമ്പോൾ അതിനെ നിയന്ത്രിക്കാൻ വരുന്ന ആൾക്കാരുടെ അടുത്തിട്ട് പറയുന്നത്, ഓ ഇത് സദാചാര പോലീസ് ചമയലാണെന്ന്. വാസ്തവത്തിൽ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം പറഞ്ഞ മൂല്യങ്ങളെന്ന് പറയുന്നത് നമുക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഈ മൂല്യത്തെക്കുറിച്ച് മദ്രസകളിലെ പഠനം നടക്കുന്നുണ്ട്, പക്ഷേ മൂല്യങ്ങളെക്കുറിച്ചുള്ള പഠനമില്ല. മൂല്യങ്ങളെക്കുറിച്ചുള്ള പഠനം നടന്നാൽ അത് സംഘപരിവാറിൻ്റെ അജണ്ടയാണ് എന്ന് പറയും. ഇവിടെയാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. അടിസ്ഥാന മൂല്യങ്ങൾ ആണുങ്ങളിലും പെണ്ണുങ്ങളിലും ഉണ്ടാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കണം. അതാണ് വേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംഘപരിവാർ ആയതുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ആ മൂല്യബോധമില്ലായ്മയുടെ പ്രതിഫലനമാണ് സമൂഹത്തിൽ പൊതുവെ അനുഭവപ്പെടുന്ന, എല്ലാ രംഗങ്ങളിലും അനുഭവപ്പെടുന്ന ഈ ജീർണതയ്ക്ക് കാരണം എന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട്. ഒരു വ്യക്തിയെ കേന്ദ്രീകരിച്ച് വേട്ടയാടിയിട്ട് കാര്യമില്ല. സമൂഹത്തിൽ മൊത്തത്തിൽ സ്ത്രീകളോടുള്ള ബഹുമാനം പ്രതിഫലിക്കണം. ഏതൊരു സമൂഹമാണോ സ്ത്രീകളെ ബഹുമാനിക്കുന്നത്, ദിവ്യാംഗരെ ബഹുമാനിക്കുന്നത്, അതുപോലെ തന്നെ ദളിതരെ ബഹുമാനിക്കുന്നത്, ആ സമൂഹമാണ് ഏറ്റവും സംസ്കാരമുള്ള സമൂഹം.